ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം ഇൻഡെക്സ് മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് ഒക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു നടന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബഡ്ജറ്റൊക്കെ ഏകദേശം 23-ാം തീയതി ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. നമ്മളെടുത്ത സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രവർത്തിക്കും. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഈ പാദത്തിലത്തെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഇതിനെ ബാധിക്കും. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ പെർഫോമൻസിനെ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വീക്ക്ലി ചാർട്ട് നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരു കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് ശേഷം നിഫ്റ്റി ഒരു ഉണ്ടാക്കിയ ഒരു ക്യാൻഡിലാണ്, വീക്ക്ലി ക്യാൻഡിലാണിത്. അപ്പോൾ ഇത് നാളെ എന്താ സംഭവിക്കുക എന്നുള്ള ഇത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിലയൻസ്, HDFC ഒക്കെ വലിയ തരക്കേടില്ലാത്ത, കൊട്ടാക് മഹീന്ദ്ര ഒക്കെ തരക്കേടില്ലാത്ത റിസൾട്ടുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ IT ഒക്കെ നല്ല ബുള്ളിഷാണ്. അപ്പോൾ അതൊക്കെ പമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് അടിച്ചു പോകാന്നുള്ള കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ എപ്പോഴും റിസർവ് ക്യാഷ് കയ്യിലാക്കി എപ്പോഴും ഇരിക്കുക. കാരണം ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ചായിട്ട് നിങ്ങൾ വിനിയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ബുൾ റൺ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ലോങ്ങിലേക്ക് ചിന്തിച്ചാൽ മാത്രമാണ് ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തരണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചാർട്ടുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ നല്ലൊരു ചാർട്ട് പാറ്റേൺസ് ഒക്കെ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, വീക്ക്ലി ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, കണ്ടില്ലേ, ഇത് ഏകദേശം ഒരു ഹൈയിലൊക്കെ പോയി ഇടിച്ച് പിന്നെ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ഇതൊരു ഭാഗമായി മാറി. അപ്പോൾ അതിൻ്റെ അടുത്ത ലെവലുകൾ ഏതാന്നൊക്കെ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ അല്ലെങ്കിൽ അത് ഈ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷമൊക്കെ വെക്കുക. അതിൻ്റെ റിസൾട്ടുകളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അതൊക്കെ കണ്ടെത്താനായിട്ട്. അപ്പോൾ അത് നല്ല സ്റ്റോക്ക് ആണെങ്കിൽ, നിങ്ങൾ പഠിച്ചിട്ട് അതൊരു നല്ല സ്റ്റോക്ക് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കുറച്ചൊക്കെ ആയിട്ട് ഡിപ്പിൽ മേടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അഡ്വൈസറിൻ്റെ സഹായത്തോടെ, സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുടെ സഹായത്തോടൊക്കെ നിങ്ങൾ അതൊക്കെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഭാവിയിൽ നല്ല ഒരു നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ മന്ത്ലി ചാർട്ടൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഒരു റാലി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു റീട്രേസിലേക്ക് വരാണ്. അപ്പോൾ ആ റീട്രേസ് എവിടെ വരെ എത്തും എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ഇപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വരുന്ന സമയം വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോഴും പ്രധാനപ്പെട്ട ലെവലുകൾ നിങ്ങൾ കണ്ടുവച്ചതിന് ശേഷം സ്റ്റെപ്പായിട്ട് മേടിക്കാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് വിനിയോഗിക്കാനായിട്ടുള്ള അവസരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ ഒരുപാട് നല്ല ഈ പറഞ്ഞ പോലെ നല്ല ചാർട്ടുകൾ ഈ ഒരു പാറ്റേണിലൊക്കെ മന്ത്ലി കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേടിക്കേണ്ട ലെവലുകളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണം. ഇതേപോലെ ഓരോ സപ്പോർട്ട് സോണിൽ, അതായത് ഇത് ബ്രേക്ക് ചെയ്ത് പോയി അപ്പോൾ അടുത്ത ഏതാണോ സപ്പോർട്ട് വേണ്ട ഇതിൻ്റെ അടിയിൽ ഒരു വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് പ്ലാൻ ചെയ്യാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് താഴെ ഏത് വരെ പോകും എന്നുള്ളതിൻ്റെ ഒരു മനസ്സിൽ കാണാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്ക് പഠനവും പിന്നെ എൻട്രി പ്ലേസും ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പോൾ കണ്ടില്ലേ, ഒരു ചാർട്ടാണിത്. ഒരു ചാർട്ട് കണ്ടില്ലേ, ഇത് ആ സമയത്ത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോയി, അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് അതൊക്കെ വന്നപ്പോൾ റീട്രേസ് ചെയ്ത്, അപ്പോൾ അത് എവിടെ വരെ നിൽക്കും, എവിടെ വരെ വരും, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണുകൾ എവിടെയൊക്കെയാണ് അതിൻ്റെ സപ്പോർട്ട് വരുന്നത്, എവിടെയൊക്കെയാണ് അതിൻ്റെ ആ കാര്യങ്ങൾ, അവിടെ വെച്ച് ഞാൻ എൻട്രി എടുക്കണം, എത്ര മറ്റേ ക്യാപിറ്റൽ ഉപയോഗിക്കണം, ഇതൊക്കെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ചാർട്ടുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുക. മനസ്സിലാക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽസ്, പിന്നെ അതുപോലെ അതിൻ്റെ റിസൾട്ടുകൾ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളാണ്. ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു റീട്രേസ്മെന്റ് കാര്യങ്ങളൊക്കെ വരും. നല്ല സ്റ്റോക്ക് ആണെങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുടെ ഒരു അഡ്വൈസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമായിരിക്കും. കണ്ടില്ലേ, ഈ ഒരു സ്റ്റോക്കൊക്കെ കണ്ടില്ലേ, 20,000 കോടിക്ക് മുകളിലാണ് 2025-ലേക്കൊക്കെ അവർ ക്യാപെക്സ് ലേക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെ നമുക്കെന്ന് പറയുന്നത് ഒരു അഡ്വൈസറിന്റെ സഹായത്തോടെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു SIP പോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. കുറച്ച് കുറച്ചായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ ഒക്കെ നോക്കാം ഓരോന്ന്. അപ്പോൾ എല്ലാതും എന്ന് പറയുന്നത് നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കാര്യമുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യേകം വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. മനസ്സിലായ? ക്ഷമ നമുക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വലിയ വലിയ ഇതിൽ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ വർഷങ്ങളോളം ഇവര് ഇതുപോലെ കഷ്ടപ്പെട്ട് അവർ ഇതിലൊക്കെ സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ അവർ ആദ്യത്തെ 10 വർഷമൊന്നും അവർക്ക് ഒന്നിനും ഒരു എന്താ പറയാ ഒരു ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 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 അതിന് ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അവര് ബോൾഡായി അതങ്ങനെ അവരുടെ 1-2 ഷെയറുകളായിരിക്കും വലിയ വലിയ ആ ഉയരങ്ങളിലേക്ക് അവരെത്തിച്ചത്. അപ്പൊ കാശില്ലാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു എന്താ പറയാ SIP പോലൊക്കെ മ്യൂച്വൽ ഫണ്ട്സിന്റെ സഹായത്തോടൊക്കെ ഓരോന്ന് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പൊ അങ്ങനത്തെ ഉള്ള ഓരോ സേവിങ്സ് സമ്പ്രദായം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് വെൽത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ഡിപ്പ് വരുമ്പോഴും നിങ്ങൾ പല പല ചാർട്ടുകളൊക്കെ എടുത്ത് പാറ്റേണുകളൊക്കെ എടുത്ത് ഇങ്ങനെ വരകളൊക്കെ വരച്ച് നോക്കുക, എവിടെയാണ് എനിക്ക് നല്ല അവസരങ്ങൾ എവിടെയാണ് കാത്തിരിക്കുന്നത്, എവിടെ വന്നാൽ ഇത് തിരിയാൻ സാധ്യത. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം ഇതിലേക്ക് എൻട്രി എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരുപാട് എന്താ പറയാ മോട്ടിവേഷനൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.